കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത പരമാധികാര മതപണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശി ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സമാദരണീയരായ പ്രോ ചാൻസലർ പണ്ഡിത ലോകത്തെ കുലപതി ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ആദ്യക്ഷ ഭാഷണവും സനദ്ദാന പ്രഭാഷണവും നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അധ്യക്ഷന് ആദരപുരസ്സരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. صدق الله مولانا العظيم. വന്യരായ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകളെ, സമസ്തയുടെ ഖജാൻജിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ജുഫിരി തങ്ങൾ അവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ അവറുകളെ, ബഹുമാനപ്പെട്ട കൂട്ടുമല വാപ്പു മുസ്ലിയാർ അവറുകളെ തുടങ്ങിയുള്ള ഉലമാക്കളെ, കാരണവന്മാരെ, മഹൽ വ്യക്തികളെ, സനദ് വാങ്ങിയ ഉദവി പണ്ഡിതന്മാരെ, മറ്റ് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ, ബഹുമാനപ്പെട്ട അബ്ദുർ റബ്ബ് സാഹിബ് അവറുകളെ, പ്രിയമുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളെ, മറ്റ് നേതാക്കളെ, ഉമറാക്കളെ, സമയം വളരെ ചുരുക്കമാണ്. ധാരാളം മഹാന്മാരുടെ പ്രസംഗികൾ ഉണ്ടായതുകൊണ്ടാണ് അധിക ആളുകൾ പേര് എടുത്ത് പറയാതിരിക്കാൻ കാരണം. എല്ലാവരും ധാരാളം വിശിഷ്ടാധികാരികളുണ്ട്, അതാണ് ചുരുക്കാൻ കാരണം. ഈ ദീൻ ഇവിടെ നിലനിൽക്കാൻ രണ്ട് വിഭാഗം ഒഴിച്ചുകൂടാത്തതാണ്. തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഉലമാക്കൾ വേണം ഈ ദീൻ ഇവിടെ നിലനിൽക്കാൻ. അവരെ സഹായിക്കുന്ന ഉമറാക്കളും വേണം. എങ്കിൽ മാത്രമേ ഈ മഹത്തായ ദീൻ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതിൽ ഉലമാ എന്ന വിഭാഗത്തെ വാർത്തെടുക്കണം, പഠിപ്പിച്ചുയർത്തണം. അങ്ങനെ ഉലമാ ഉണ്ടാവുകയുള്ളൂ. ആ ഉത്തരവാദിത്വം മുസ്ലിമീങ്ങൾക്ക് ഫർള് കിഫയാണ്. ഉയർന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെ വാർത്തെടുക്കൽ മുസ്ലിം സമൂഹത്തിന് ഫർള് കിഫയാണ്. 10 വഖത്ത് പ്രാണിയുള്ള ബഹുമാനപ്പെട്ട ദീന്റെ എതിരിൽ വരുന്ന കക്ഷികളെ എതിർക്കാൻ ത്രാണിയുള്ള, ദർസ് നടത്താൻ ത്രാണിയുള്ള ഉലമാക്കളെ വാർത്തെടുക്കൽ സമൂഹത്തിന് കടമയാണ്. അത് പഠിപ്പിച്ചുണ്ടാക്കിയെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റേ വിഭാഗം ഉമറാ എന്ന വിഭാഗം അത് പഠിപ്പിച്ചുണ്ടാക്കേണ്ട സാധനമല്ല. അതുകൊണ്ടാണ് ഉമറാ കോളേജ് എന്നൊരു കോളേജ് നമുക്ക് കേൾക്കാതിരിക്കാൻ കാരണം. അത് അല്ലാഹു തആലാന്റെ ഇഷ്ടപ്രകാരം അതാത് നാടുകളിൽ പരീക്ഷണത്തിനു വേണ്ടി ചില പ്രധാനികളെ നിശ്ചയിക്കും. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഈ രണ്ട് വിഭാഗം ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ദീനിന് വളരെ ശക്തി കുറയും. അതുകൊണ്ടാണ് നമ്മുടെ കേരളീയർ വളരെ മുമ്പ് തന്നെ ഉലമാക്കളെ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയത്. ധാരാളം പള്ളി ദർസുകൾ ഇവിടെ നമ്മുടെ മുൻഗാമികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഒരു ചെറിയ പഴഞ്ച സ്വഭാവമുണ്ട് എന്ന് തോന്നിയപ്പോൾ അത് നികത്താൻ വേണ്ടി ഇങ്ങനെയുള്ള കോളേജുകളെല്ലാം
തുടങ്ങി ആ മഹത്തായ ഉത്തരവാദിത്വം നിറവേറ്റണം എന്നുള്ള നിലക്കാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളെല്ലാം നടക്കുന്നത്. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് ഇവിടെ ലോകത്ത് 2-3 പാർട്ടികൾ എപ്പോഴുണ്ടാവും. ഒന്ന് ഇൽമിന്റെ അഹ്ലുകാരായി തീരണം എന്നാഗ്രഹിക്കുന്നവർ, അഹ്ലുൽ ഇൽമ് ആവണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം സാധാരണ മുഅ്മിനീങ്ങൾ. മറ്റൊരു വിഭാഗം ദീന്റെ എതിരാളികൾ. അങ്ങനെ 3 വിഭാഗം എക്കാലത്തുകളുണ്ടാവും. അവരൊക്കെ ബഹുമാനപ്പെട്ട ദീനിലേക്ക് ക്ഷണിക്കാൻ പ്രാണിയുള്ള ആളുകളെ മുസ്ലിം സമൂഹം വാർത്തെടുക്കണം. അതാണ് ഈ ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ പറഞ്ഞത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, റബ്ബിന്റെ സബീലിലേക്ക് തങ്ങൾ ക്ഷണിക്കണം. ബിൽ ഹിക്മത്തി, കയമ്പുറ്റ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്. അതായത് ഇൽമിന്റെ അഹ്ലുകാർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് തഫ്സീറുകളും ഹദീസുകളും ഫുഖഹാവിന്റെ ഫിഖ്ഹുകളും മറ്റ് വിഷയങ്ങളും പഠിപ്പിക്കുന്ന കഴിവുറ്റ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇൽമിന്റെ അഹ്ലുകാരാകണം എന്നാഗ്രഹിക്കുന്നവർക്കുള്ള ആ ആഗ്രഹം സഫലീകരിക്കപ്പെടുള്ളൂ. അങ്ങനത്തെ ഒരു വിഭാഗം അവിടെ വേണം എന്ന് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ എന്നതുകൊണ്ട് വ്യക്തമാക്കപ്പെടുന്നു. വൽ മൗഇദത്തിൽ ഹസന, 2ാം വിഭാഗം സാധാരണ മുഅ്മിനീങ്ങൾ. അവർ ദീനിൽ ജീവിച്ച് മരിക്കണം എന്നാഗ്രഹമുള്ള ആളുകൾ. അവർക്ക് നന്നായിട്ടുള്ള തെർഹീബ് ഉൾക്കൊള്ളുന്ന വഅളുകൾ മൗഇദത്തുൽ ഹസന കൊണ്ട് അവരെ ദീനിലേക്ക് ക്ഷണിക്കണം. അങ്ങനത്തെ വാഴനീയങ്ങൾ ഇവിടെ വേണം. 3ാം വിഭാഗം ദീനിന്റെ എതിരാളികൾ. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ശരിയായ നിലക്ക് ദീനിന്റെ എതിരാളികളോട് നിങ്ങൾ നേരിടണം. അങ്ങനെ ചുരുങ്ങിയത് 3 വിഭാഗം ഇവിടെ ഉണ്ടാവണമെന്ന് ഈ മഹത്തായ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തും. ആ മഹത്തായ ഉത്തരവാദിത്വം വീട്ടിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നത്. അപ്പൊ ഈ പഠിച്ച് ഇവിടെ സനത് വാങ്ങിയ ആളുകൾ യഥാർത്ഥത്തിൽ അവർ ഭാഗ്യവാന്മാരാണ്. മഹാനാ തങ്ങളുടെ കയ്യിൽ നിന്നാണ് അവർ അത് വാങ്ങിയത്. പക്ഷേ കൂടുതൽ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഏത് വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ മൊത്തത്തിൽ അതിൽ നിന്ന് ശമ്പളം കിട്ടണം, പണം കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ടാവില്ല. ഡോക്ടർ ഭാഗമാണെങ്കിലും എഞ്ചിനീയർ ഭാഗമാണ്, ഏത് ഭാഗമാണ് അതിൻ്റെ പിന്നിൽ ശമ്പളവും കാര്യമൊക്കെ കിട്ടണം. കൈനോടത്തോളം തോന കിട്ടുന്ന വഴി ഏത്, അതിനനുസരിച്ച് നീങ്ങണം എന്ന് എല്ലാവർക്കും ശമ്പളം. അത് കൂടാണ്ട് കഴിയൂല്ല, ദുനിയാവില്ലാണ്ട് കഴിയൂല്ലോ. ഖിയാമൻ ലിന്നാസ്, ജനങ്ങളെ നിലനിൽപ്പാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ മേഖലയിൽ, ഈ ഇൽമി മേഖലയിൽ അങ്ങനെ വല്ലാതെ ശമ്പളമൊന്നും കിട്ടൂല. അതൊരു വയന്ന ഏരിയ, ഒരു വിഭാഗം ആണ് എന്നൊക്കെ ഒരു ധാരണ പിൻകാലത്ത് വന്നു. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരുന്ന മുത്തഅല്ലിമീങ്ങൾ കുറഞ്ഞു വന്നു. അതുകൊണ്ട് മുൻകാല മഹാന്മാർ ശക്തിയായി നടത്തിയിരുന്ന പള്ളി ദർസുകൾക്കൊക്കെ ക്ഷീണം വന്നു. അതിൻ്റെ ഒരു കാരണം എന്താപ്പതുകൊണ്ട് കിട്ടുക എന്നൊരു ധാരണ. ഈ ധാരണ യഥാർത്ഥത്തിൽ വലിയ അർത്ഥമുള്ള ധാരണ അല്ലേ. ഏത് മേഖലയിൽ പോയി ചോദിച്ചാൽ എന്താ കിട്ടുക, കച്ചവടം ചെയ്താൽ എന്താ കിട്ടുക, എന്താ പിന്നെ ഉത്തരം പറയണേ? അള്ളാഹ് ഉദ്ദേശിച്ച് കിട്ടും. ഗൾഫിൽ പോയി പണിയെടുത്താൽ എന്താ കിട്ടുക, അള്ളാഹ് ഉദ്ദേശിച്ച് കിട്ടും എന്നല്ലാണ്ട് അതിന് മറുപടി പറയില്ല. പക്ഷേ നമ്മുടെ ഈ മേഖലയെ പറ്റി മഹാന്മാര് രേഖപ്പെടുത്തുന്നത് മിൻ അഖ്വൽ അസ്ബാബിൽ ജാലിബത്തിൽ റിസ്ഖി, റിസ്ഖിനെയും ശമ്പളത്തിനെയും വളരെയധികം വലിച്ചുകൂട്ടിത്തരുന്ന കാരണങ്ങളിൽ വെച്ച് ഏറ്റവും അഖ്വ, മറ്റ് മേഖലകളിൽ നീങ്ങുന്നതിനേക്കാൾ വളരെ ശക്തിയായിട്ട് ഉള്ള ഐശ്വര്യം ഉണ്ടാക്കി തീർക്കുന്ന മേഖല ഈ ഇൽമി മേഖലയാണ്. പക്ഷേ അത് ശരിക്കും ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഫലവത്താവുള്ളൂ.
അങ്ങനെ അധികാളം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അതിൻ്റെ പിന്നിലുള്ള ഉയർച്ചയ്ക്ക് അവർ ഉത്തരവാദികളാകണില്ല. ഒന്ന്, നാം പഠിച്ചത് ശരിക്ക് പ്രവർത്തിക്കണം എന്നാണ് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, നമ്മളെ വിദ്യാർത്ഥികളോട്. മഹാന്മാര് അതിന് പറയുന്നത് ഇഖാമത്തു സ്വലാത്തി ബിത്തഅ്ളീമി വൽ ഖുശൂഅ്. നിങ്ങൾ പഠിച്ച വിഷയം നിസ്കാരം വളരെ ഛർദ്ദിച്ചുകൊണ്ട് ഖുശൂഅോട് പഠിക്കണം, നിർവഹിക്കണം എന്ന് പഠിച്ചു വെച്ചതാണ്. പക്ഷെ അങ്ങനെ നിർവഹിക്കാത്തത് കൊണ്ട് ഈ ഫലം വ്യക്തമായി കാണൂല. അപ്പൊ തഅ്ളീമോടും ഖുശൂഅോടും കൂടി നിസ്കാരം ശരിക്ക് നിലനിർത്തുക, അതിൻ്റെ അർക്കാനുകൾ വളരെ കറക്റ്റായിട്ട് ചെയ്യുക, അതിൻ്റെ വാജിബാത്ത് സുനന് വളരെ എങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കിതാബുകൾ രേഖപ്പെടുത്തിയത് അതേ മാതിരി നാം ചെയ്യുക. അത് പ്രകാരൻ്റെ ളുഹ നമസ്കാരത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വലാത്ത് ളുഹ ചുരുങ്ങിയത് 2-4 ആളുകൾ അതിലേറുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ളുഹ നമസ്കാരങ്ങൾ വിടരുത്. സൂറത്തുൽ വാഖിഅ ഓതുന്നതിനെ പറ്റിയുള്ള വിഷയം ഹദീദു ശരീഫിൽ പുണ്യനബിന്റെ ഹദീസ് നാം ധാരാളം ഓതിയിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കണം, പ്രത്യേകിച്ചും രാത്രിയിൽ. അത് പ്രകാരം തന്നെ തബാറക സൂറത്ത് ഓതുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുസമ്മിൽ ഓതുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വല്ലയിൽ ഇദാ യഗ്ശനെ പറ്റി ഹദീസിൽ പഠിച്ചിട്ടുണ്ട്. അലം നശ്റഹ് സദ്റക ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചത് അപ്പടി പ്രാവർത്തികമാക്കി, അതാണ് ഹിക്മത്ത് പറഞ്ഞത്. വമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഹിക്മത്ത് നൽകപ്പെട്ടാൽ ധാരാളം ഖൈർ അവൻ നൽകപ്പെട്ടു. ഖുർആൻ ധാരാളം എന്ന് പറയണമെങ്കിൽ നല്ല നയിപ്പുണ്ട്. കുൽ മത്താഇ ദുനിയ ഖലീൽ, ദുനിയാവും അതിലുള്ള സാധനമൊക്കെ വളരെ തുച്ഛമാണ് എന്ന് പ്രഖ്യാപിച്ച ഖുർആനാണ് ഈ പറഞ്ഞ കസീർ. വമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഇങ്ങനെ ഈ പറഞ്ഞത് അമലിൽ വരുത്തുമ്പോഴാണ് അത് ശരിയായ ഇൽമും അതനുസരിച്ചുള്ള അമലാവുമ്പോഴാണ് ഹിക്മത്ത് എന്നതിന് പറഞ്ഞത്. അത് പ്രകാരം തന്നെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളി കയറൽ വലിയ പുണ്യതകളുണ്ട് എന്ന് നമ്മൾ പഠിച്ച ഭാഗത്തുണ്ട്. അപ്പം ഫർദ് നമസ്കാരത്തിനും മറ്റൊക്കെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ അറ്റൻഡ് ചെയ്യുക. ഉളു ദായിമായി എടുക്കുക. മുദാവമത്ത് അല തഹാറ, എപ്പോഴും ഉളുവിൽ നിലനിൽക്കണം. ഉളു ഉറിഞ്ഞാൽ അപ്പം പിന്നെ ഉണ്ടാക്കണം. ദവാമുൽ ഉളു സിലാഹുൽ മുഅ്മിൻ, ഏതാൾക്കും ബാധകമാണത്. ദായിമായ ഉളു, എപ്പോഴും ഉളു ഉണ്ടായിരിക്കൽ മുഅ്മിന്റെ വലിയൊരു അങ്കിയാണ് എന്ന് നമ്മുടെ രേഖയിലുണ്ട്. വലിയ സോക്കടുകൾ, അത് പ്രകാരം തന്നെ ശൈത്താന്റെയും മറ്റു ഷെറുകൾ ഏശാൻ വളരെ പ്രയാസമാണ്, അത് തടയത്. അങ്ങനത്തെ വലിയൊരു അങ്കിയാണ് ഉളു ദായിമായി എടുക്കൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി കൊണ്ടുവന്നാൽ ഹിക്മത്തായി. വമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഇങ്ങനത്തെ ഒരു പണ്ഡിതനാണെങ്കിൽ നമ്മളെ മുൻഗാമികളായ സമസ്തന്റെ ശംസുൽ ഉലമയെ പോലെ, കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവർക്ക് പോലെ, അല്ലാമ ഖുത്ബി തങ്ങളെ പോലെ, പിന്നെ അവിടുന്നാണ് ഇരുവല ഉസ്താദന്മാരൊക്കെ അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രാവർത്തികമാക്കിയാൽ അവർക്ക് ഉറപ്പാണ് റൈനന്റെ അസ്ബാബ് യാതൊരു അപ്പീലുമില്ല. അപ്പോൾ മഹാന്മാർ പറയുന്നത് അഖ്വാ അസ്ബാബിൽ റൈന അൽ ജാലിബത്തിൽ ഖൈർ, ഖൈറിനെ വലിച്ചു കൂട്ടുന്ന ഐശ്വര്യത്തിന്റെ സബബുകൾ വെച്ച് ഏറ്റവും അഖ്വ നമ്മളെ മേഖലയാണ് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. പക്ഷെ ആ മേഖലക്കനുസരിച്ച് പഠിക്കണം. ഒരു കച്ചവടക്കാരനാണ്, അതിന്റെ മട്ടപ്രകാരം കച്ചവടം ചെയ്തിൽ തോറ്റുപോകല്ലോ. എന്തത് മാതിരി ഈ നമ്മളെ മേഖലക്ക് പറഞ്ഞ നിബന്ധനകളൊക്കെ ഒപ്പിച്ച് അണി പണിയെടുത്താൽ ഇതിനെ കമർച്ചി വെക്കുന്നൊരു ലേഖനമില്ല. ദുനിയാവിലും ഐശ്വര്യം, ഖബറിലും ഐശ്വര്യം, മഅ്ശറയിലും ഐശ്വര്യം. അങ്ങനെ യാതൊരു അപ്പീലില്ലാത്ത മേഖലയാണത്. ബാക്കിയുള്ള ഐശ്വര്യത്തിന്റെ മേഖലകളൊക്കെ ഒന്നിരിക്കൽ കിട്ടും, വില കിട്ടില്ല. അങ്ങനത്തെ ഈ മേഖല അത് ശരിക്ക് പ്രാവർത്തികമാക്കാത്തത് കൊണ്ട് ആ മേഖലയിൽ പരാജയം കാണും. അപ്പോൾ ആളുകൾ പറയും, എന്താ പയ്യിൽ പോയിട്ട് കാര്യമാണ്, എന്ത് കിട്ടാനാണ് എന്നൊക്കെ
അതിൽ സംശയം തോന്നും. ആ നില വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു ഈ പഠിച്ചത് നിങ്ങൾ പ്രാവർത്തികമാക്കണം. പഠിച്ചത് കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ തഹ്സീലിന്റെ തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയത്. എൻ്റെ രേഖ തങ്ങൾ തന്നു. അതിൻ്റെ അർത്ഥം എല്ലപ്പാടെ ഹാസിലായി കിട്ടിയതല്ല. ഇൽമു എന്ന് പറഞ്ഞത് കര കാണാത്ത ഒരു ബഹറാണ്, ആയം കാണാത്തൊരു ബഹറാണ് ഇൽമു. മാ ഊതീനും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നിങ്ങൾക്കെല്ലാവർക്കും ലോകത്തിന് ഒന്നായിട്ട് കൊടുക്കപ്പെട്ട ഇൽമു വളരെ തുച്ഛമാണ്. എത്രയോ ഇൽമിനപ്പുറം കിടക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു തഹ്സീലിന്റെ റെക്കാർഡ് കിട്ടിയെങ്കിലും കുറേ കാര്യങ്ങൾ ഇനി പഠിച്ചുണ്ടാക്കാനുള്ളൊരു പക്വത നമുക്ക് കൈവശം വന്നു എന്നേ ഇതിനർത്ഥമുള്ളൂ. എല്ലാം ഇവിടെ റെഡിയായി എന്നതിനർത്ഥം വെക്കരുത്. ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാമിന്റെ കൂടെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ യാത്രയിൽ എല്ലാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നത്, അങ്ങനെ ആ കപ്പലിൽ ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ ഒരു പക്ഷി വന്ന് ആ കപ്പലിന്റെ വക്കത്തിരുന്നു. എന്നിട്ട് ആ പക്ഷി ആ ബാല്യ ബാഹിറിൽ നിന്ന് ഒരു കൊക്കുകൊണ്ട് അല്പം വെള്ളമെടുത്തു. ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിനോട് ചൂണ്ടി പറയുന്നു, ഇൽമിൽ വെച്ച് അള്ളാന്റെ ഇൽമാവുന്ന ആ കടലിൽ നിന്ന് എനിക്കും നിനക്ക് കിട്ടിയത് ഈ പക്ഷിന്റെ ചുണ്ടിൽ കുടുങ്ങിയ വെള്ളത്തിന് അത്ര മാത്രമാണ് എന്ന് മഹാനവർ പറഞ്ഞതായി ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കണം. അപ്പം നമ്മളെ ഇൽമു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാനുള്ളൊരു പക്വത, അതാണ് ഇപ്പം നമുക്ക് കിട്ടിയ കള്ളാസുകൊണ്ട് എല്ലാ ഇൽമുകളും സാധ്യമായി എന്നതിനർത്ഥമില്ല. അപ്പം ഈ കഠിനാധ്വാനം ചെയ്യണം, മുത്താല വർദ്ധിപ്പിക്കണം. അങ്ങനെ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമാണ് ഇൽമു വികസിപ്പിക്കാൻ കഴിയും. അബൂ യൂസുഫ് അബി ഹനീഫത്ത എന്ന് പറഞ്ഞ ഉദാഹരണം, അബൂ യൂസുഫ് അബൂ ഹനീഫയെ പോലെയാണ് എന്ന് നമ്മൾ കിതാബിൽ കാണും. ഒരു കാഫി ജറീദീനും തശ്ബീനും മാത്രം പറഞ്ഞല്ലത്, ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു കഥ ഉണ്ട് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. പഠിക്കുന്ന കാലത്ത് അബൂ യൂസുഫ് വളരെ മണ്ടുക്കാന ബലീതൻ, വലിയ ദാരിദ്ര്യം ഉള്ള ആളും മണ്ടൂസന്, എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അതുകൊണ്ട് മൂപ്പർ വിമ്മാറി കഠിനാധ്വാനം ചെയ്തു. മറ്റുള്ളവർ പഠിക്കുന്ന ഒരു 4 വട്ടമാണെങ്കിൽ മൂപ്പർ 40 വട്ടം പഠിക്കും. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് മൂപ്പർക്ക് വലിയൊരു ഉയർച്ച കിട്ടി. എത്രത്തോളം ലോക മഹാപണ്ഡിതനായ അബൂ ഹനീഫ തങ്ങൾക്കുള്ള കൂടെ ഇടത്തി വെച്ച് കൂട്ടാനുള്ള പ്രാണി അബൂ യൂസുഫ് അബി ഹനീഫത്ത. അബൂ ഹനീഫ തന്നെ പറഞ്ഞു അബി യൂസുഫിനോട്, കുന്ത ബലീദൻ, ഇതൊരു മണ്ടൂസനായിരുന്നല്ലോ, ഒന്നും മനസ്സിലാകാത്ത. ഇപ്പോൾ കഠിനാധ്വാനം അന്നെ ഇൽമി മേഖലയിലേക്ക് പുറപ്പെടുത്തു എന്ന് മഹാനവറുകൾ പറയും. അപ്പം നമ്മൾ അല്പസ്വല്പം മടി ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ ബുദ്ധി കുറവാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് ആ ബുദ്ധിനെ ശക്തി കൂട്ടണം. ബുദ്ധിനെ ശക്തി കൂട്ടുന്ന മൂർച്ഛം കൊടുക്കുന്ന യന്ത്രമാണ് കഠിനാധ്വാനം. 10 വട്ടം കഴിയൂല, 15 വട്ടം പഠിക്കണം. അങ്ങനെ പഠിക്കേണ്ടത് പഠിച്ച് അങ്ങനെ ആവുമ്പം കൂടുതൽ അതിന് തെളിവ് കിട്ടും. അതിൻ്റെ തെളിവാണ് അബൂ യൂസുഫ് അബി ഹനീഫത്ത എന്ന് പറഞ്ഞത് എന്ന് മഹാന്മാർ പറഞ്ഞപ്പോൾ കഠിനാധ്വാനങ്ങൾ ചെയ്യണം. അങ്ങനെ ദുഷ്കപ്രകാരം നിസ്കാരവും ഇബാദത്തും റെഡിയായിട്ട് കൊണ്ടുവരണം. എന്നാൽ നമ്മുടെ മുൻഗാമികൾ ഉസ്താദന്മാരുടെ മാതിരി വലിയ ഉയർച്ചയ്ക്ക് വഴിയുണ്ട്. ആ ഉയർച്ചൻ്റെ വഴികൾ നിങ്ങൾ കൈവശത്തിലുണ്ട്. അത് ഉപയോഗപ്പെടുത്താഞ്ഞാൽ വളരെ പരാജയത്തിൽ നമ്മളാവും. പഠിച്ചത് അത് പ്രകാരം തന്നെ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ നിസ്യാൻ ആപത്താണ്. അത് പ്രകാരം തന്നെ കസിൽ ഇൽമി രംഗത്ത് വലിയ ആപത്താണ്. അപ്പം മടി അതൊക്കെ ഇൽമിനെ തകരാറാക്കുന്ന സാധനമാണ്. ഒരു നിലക്കും മടി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അധ്വാനിക്കുക തന്നെ ചെയ്യണം. പഠിച്ചത് മറക്കാതിരിക്കാനുള്ള വഴികൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, പല പട്ടം അത് പഠിച്ചതൊക്കെ പിന്നെയും എടുത്ത് പഠിക്കുക. ഭക്ഷണം ചുരുക്കുക.
പാതിര നമസ്കാരം, തഹജ്ജുദ് നിസ്കരിക്കുക, ഇതൊക്കെ നമ്മളെ ഇൽമിനെ ശോഭിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചുരുങ്ങിയത് 2 റക്അത്തിൽ ചുരുക്കാൻ നിവൃത്തില്ലല്ലോ. കഴിയുന്നിടത്തോളം വർദ്ധിപ്പിച്ചിട്ടും തഹജ്ജുദ് നിസ്കരിക്കണം. ഖുർആൻ മുസ്ഹഫ് നോക്കിക്കൊണ്ട് ഓതുക. ഇത് ഹിഫ്ള് നിലനിർത്തുന്നതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇത്രേ മഹാന്മാരുണ്ട്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ ഇശാന്റെ ഒതുകൊണ്ട് സുബഹിസ്കരിക്കുന്ന എണ്ണിയാണ്. ഇശാന്റെ ഒതുകൊണ്ടാണ് അവർ സുബഹിസ്കരിച്ചത്. അജ്ജാദി ആബിദീങ്ങൾ മഹാന്മാരുടെ സ്വർഗത്തിൽ കടക്കണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പം കഴിവനുസരിച്ച് തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കണം. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു, അബൂ സുലൈമാനു ദാറാനി തങ്ങൾ, ഹബീബുൽ അജമി, റാബിയത്തുൽ അദവിയ്യ എണ്ണിരുവൈറുഹും ഒരുപാട് ആള് ഇശാന്റെ ഒന്നുകൊണ്ട് സുബഹികരിക്കണമല്ല. അത്രയധികം അല്ലാഹു തആലാനെ ഭയപ്പെട്ട ഇബാദത്തെടുക്കുന്നവരാണ് അവരൊക്കെ. തുറന്നിപ്പോൾ നമുക്ക് കഴിയില്ലെങ്കിലും ശരി തഹജ്ജുദ് നമസ്കരിക്കണം. അത് നമ്മളെ ഇൽമിന് കൂടുതൽ ശക്തിയും വളർച്ചയും ഗുണവും നൽകും. ഇതൊക്കെ നിങ്ങൾ ശരിക്കും ചെയ്തുകൊണ്ട് ഈ മഹത്തായ നിങ്ങൾക്ക് കിട്ടിയ നിഅമത്ത് നിങ്ങൾ വലുതാക്കി കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ മഹദിയുടെ ചരിത്രം ഒരു വിരൂപിയായ കറുത്ത കാണാൻ വലിയ ചുറുക്കില്ലാത്ത ഒരു അടിമ പെണ്ണയും. ആ മുതലാളി അത് ഒന്നിനും പറ്റൂല. അങ്ങനെ അടിമ പെണ്ണിനെ സ്ത്രീ ഭാര്യന്റെ ഉപയോഗപ്പെടുത്തുന്നതിന് നിരോധമല്ലോ. പക്ഷെ ഇതൊന്നും പറ്റുന്നില്ല, സാധനമല്ല. അപ്പൊ ഈ അടിമ കച്ചവടം നടക്കുന്ന ചന്തയിലേക്ക് റാബിയത്തുൽ അദവിനെ കൊണ്ടുപോകും. ഇതിൽ സയ്യിദ് അങ്ങനെ കൊണ്ടുപോയിട്ട് അത് ചെലവാവില്ല. അത് പിന്നീട് മടങ്ങിപ്പോകും. പിന്നെ ചന്തക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു മുതലാളി ഒരിക്കൽ ഇത്തിക്കല്ലെങ്കിൽ വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ, ഇത്തിക്കല്ലാലോ എന്നുള്ള നിലക്ക് മഹദിയെ വാങ്ങി. അപ്പം അതിൻ്റെ സയ്യിദിൻ്റെ പേരിൽ നിന്നാണ് ഒഴിഞ്ഞിട്ടിയത്. അങ്ങനെ വാങ്ങി എത്തിക്കല്ലേ. അങ്ങനെ മഹദി ഒരു കാമിലായ ഷെയ്ഖുമായി ബൈഅത്ത്. പല കള്ള ഷെയ്ഖന്മാരുണ്ട്, വഴിപ്പെട്ടിട്ട് കാര്യമില്ല. ഒറിജിനൽ ഷെയ്ഖന്മാർ ഉണ്ട്. അവരുമായിട്ട് ബൈഅത്ത് ചെയ്ത് റാബിയത്തുൽ അദവിയ്യ മഹാന്റെ നിർദ്ദേശപ്രകാരം ഇബാദത്തിലും മഹാനവർ പറഞ്ഞു കൊടുക്കുന്ന ഇൽമിലും അടിയുറച്ചു നിന്ന് നീങ്ങി. മഹാന്മാർ പറയുന്നത് 1 കൊല്ലം പൂർത്തിയായിട്ടില്ല. മഹദി താമസിക്കുന്ന വീട്ടിന്റെ മുന്നിൽ സുഹാദു ബസറാക്കും ക്യൂ ഇങ്ങനെ രാവിലെ ബസറയുള്ള ആലിമീങ്ങൾ, ബസറയുള്ള സാഹിദീങ്ങൾ മഹദിയുടെ വീട്ടിന്റെ മുന്നിൽ എന്തിനു വേണ്ടി? സ്വാരപ്പിക്കാൻ വേണ്ടി, ചില വിഷയത്തിന് മുശാവറത്ത് ചെയ്യാൻ വേണ്ടി. അപ്പം അന്നലക്ക് ഇബാദത്തിലാണ്ട് മുഴുകിയപ്പോൾ മഹദി ഈ ലീസ്റ്റിൽപ്പെട്ടതാണ്. ഇശാന്റെ ശേഷം ഇശാന്റെ ഉള്ളതുകൊണ്ട് ഉപയോഗിക്കരുത്. അപ്പോൾ തഹജ്ജുദ് നമ്മൾ വിടരുത്. അങ്ങനെ നമ്മൾ പഠിച്ച വിഷയം പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ ഈ പഠനത്തിൽ പഠിച്ച വിഷയത്തിന് കൂടുതൽ ഫലം കിട്ടുന്നത്. അപ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം അറിയുള്ളൂ. അതൊന്നും ചെയ്യാത്ത രീതിയിൽ ഒരു മദ്രസ പഠനം അല്ലെങ്കിൽ പള്ളിക്കൽ വാങ്ങിക്കൊടുക്കൽ ഇത് കാര്യമൊന്നും കിട്ടണില്ല. അത് എന്ന് ചോദിച്ചാൽ അത് അരിമ്പറിയാത്തൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ പഠിച്ചത് പ്രാവർത്തികമാക്കി മുന്നേറണം എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ. തവാദുഅ് താഴ്മ മിൻ അഖ്ലാഖിൽ കിറാം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് താഴ്മ ഇത് മാന്യന്മാരുടെ സ്വഭാവമാണെന്ന് എല്ലാം ആ ഷാഫി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഷാഫി തങ്ങൾ നിങ്ങളമാതിരി ഉണ്ടാകുന്നതിന് മുമ്പ് സനത് വാങ്ങിയാളാണ്. മൂപ്പരെ പ്രസവിക്കണതിന് മുമ്പ് തന്നെ പുണ്യനബി മൂപ്പർക്ക് സനത് കൊടുത്തു. സയൗതീഫി ഉമ്മത്തി ആലിമുൻ ഖുറൈശിയ്യുൻ, എൻ്റെ സമൂഹത്തിൽ ഖുറൈശി പണ്ഡിതൻ വരുന്നുണ്ട്. യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോക ഒട്ടുക്കഥ ഇൽമ നടക്കും. അപ്പൊ ഈ വ്യക്തി പ്രധാനപ്പെട്ട ആളാണ്, യോഗ്യനാണ്.
ഇൽമുള്ള ആളാണ് എന്നാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ കള്ളാസ് എഴുതിയത്. അത് ഇദ്ദേഹം ഇതൊക്കെ പഠിച്ച ആളാണ് എന്നാണ്, അപ്പോൾ യോഗ്യനാണ് എന്നറിയിക്കുന്ന കള്ളാസ്. പുണ്യ നബി പറഞ്ഞതും അങ്ങനെ തന്നെ. ഇമാം ഷാഫിൻ്റെ ഒരു വരണേൻ്റെ മുമ്പാണ് മാത്രം. ഒരു ഖുറൈശി പണ്ഡിതൻ്റെ വകുപ്പിൽ വരണുണ്ട്, യംലൗ തിബാഖല്ല ഇൽമ, ലോകം ഒട്ടുക്ക് അദ്ദേഹം ഇൽമു നടക്കും. മുപ്പര് കൊടുത്ത സനതാണത്, യോഗ്യനാണ് എന്ന്. നമ്മളെ ഇമാമിനെ പറ്റിയാണ് പറഞ്ഞത്. സമസ്തയുടെ 10,000-ഓളം വരുന്ന മദ്രസകൾ, ആ മദ്രസയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നത് ഇന്ന് മഹാനവറുകൾക്കുള്ള തീരുമാനം. തറാവി 20 ബാങ്ക് ജുമാക്ക് 2 ബാങ്കുണ്ട്. കുനൂത്ത് സുന്നത്താണ്. പുണ്യനബി യംലൗ തിബാഖല്ല ഇൽമ, ലോകത്തൊക്കെ ഇൽമ നടക്കും. അങ്ങനെ സനദ് വാങ്ങിയ മഹാനവർ പറയുന്നത് അത്തവാളുമിൻ അഖ്ലാഖിൽ കിറാം, മാന്യന്മാരുടെ സ്വഭാവമാണ് താഴ്മ. ഒത്തകബുറുമിൻ ഷിയമിൽ ലിആം, എരപ്പന്മാരുടെ സ്വഭാവമാണത്. അത് വലിയ പരാജയം വരും എന്ന് നമ്മുടെ രേഖയിൽ പെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയായി ജീവിക്കേണ്ടവരാണ്. മഹാന്മാർ പ്രാർത്ഥിക്കുന്നു, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം തമ്പുരാനെ എന്ന് മഹാന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പിൻപറ്റാനുള്ള വഴി വേണം. നമ്മൾ നല്ല നിലക്കുള്ള ജീവിതത്വം നേതൃത്വം കൊടുക്കണം. മറ്റുള്ളവരെ നിസാരപ്പെടുത്തി അതല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരെ നിന്ദിച്ചു പരാജയപ്പെടും. മാ വസല മൻ വസല ഇല്ലാ ബിൽ ഹുർമ, ഉയർന്ന പദവി ആരും തന്നെ അലങ്കരിച്ചിട്ടില്ല, ബഹുമാനിക്കപ്പെടേണ്ടത് ബഹുമാനിച്ചത് കൊണ്ടൊഴികെ. ഒമാ സക്കത്ത മൻ സക്കത്ത, പരാജയപ്പെട്ടവരൊന്നും പരാജയപ്പെട്ടിട്ടില്ല ഇല്ലാ ബി തെർക്കിൽ ഹുർമ, ഹുർമത്ത് ഒഴിച്ചത് കൊണ്ടല്ലാതെ. ബഹുമാനിക്കേണ്ടവരെ എന്തോ കാരണത്തെ നിന്ദിച്ചിട്ടുണ്ടാവും, എൻ്റെ ആ ശുഭമാണത്, അത് പരാജയത്തന്നെ പെടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കിബിറും മറ്റും മറിച്ചും ഒന്നുമില്ല. വളരെ സ്ഥാനമാനം കിട്ടുമ്പം സ്വാഭാവികമായിട്ട് ചിലർക്ക് ഒരു വലിപ്പത്തരം തോന്നും. വലിയ അപകടമാണ്. ഇബ്ലീസുൽ ലഈൻ 40,000 കൊല്ലം സ്വർഗത്തിന്റെ ഹാസിനാണ്. മലക്കളോട് കൂടെ ഈ ഇബ്ലീസ് കൂടിയിട്ടുണ്ട് 80,000 കൊല്ലം. മലായിക്കത്തിന്റെ വാഴിവാണ് 20,000 കൊല്ലം. മലക്കുകൾക്ക് വയത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അറശിന്റെ ചുറ്റുഭാഗത്തും അദ്ദേഹം 14,000 കൊല്ലം തവാഫ് ചെയ്തിട്ടുണ്ട്. 1-ാം ആകാശത്ത് അവന്റെ പേര് ആബിദ് എന്നാണ്, 2-ാം ആകാശത്ത് സായിദ് എന്നാണ്, 3-ാം ആകാശത്ത് ആരിഫ് എന്നാണ്, 4-ാം ആകാശത്ത് ഒലീജ് എന്ന പേര്, 5-ാം ആകാശത്ത് തഖീജി എന്ന സ്ഥാന പേര്, 6-ാം ആകാശത്ത് ഖാസിൻ, സ്വർഗത്തിന് സെക്യൂരിറ്റി എന്ന പേര്, 7-ാം ആകാശത്തിൽ അസാസിയിൽ. അങ്ങനത്തെ വാണ് മൂത്ത് വലുതായി. പിന്നെ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ്, ഇത് ഖുൽനാലിൽ മലായികത്തു ഉസ്ജുദു ലി ആദം ഫസജദു ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. വലിയ വലിയ സ്ഥാനമാണ് കിട്ടുമ്പം അത് വലുതാൻ പുറപ്പെട്ടാൽ പരാജയപ്പെട്ടു. സ്ഥാനം വലുതാവും തോറും താഴ്മയേറണം. കനം വെക്കും തോറും താഴലാണ്, ഒമ്പലല്ല. അപ്പോൾ ബഹുമാനിക്കൊണ്ടവരെ ബഹുമാനിച്ച് മാനിച്ച് തവാളുകളിൽ കൂടെ നിങ്ങൾ ജീവിക്കണം എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ നീങ്ങിക്കൊണ്ട് നിങ്ങളെ ജീവിതം കൊണ്ടുപോകണം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. കാരണം പുണ്യനബി പറഞ്ഞത് ആഖിർ സമ്മാനിൽ പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. സൂത്രത്തിൽ തങ്ങളൊരു വര വരച്ചു, ഹാദാ സബീലുള്ളാഹ്, ഈ നേറുവരയാണ് അല്ലാഹുവിന്റെ ദീന്, സബീലുള്ളാഹ്. അതിന്റെ 2 സൈഡിലും വിലങ്ങത്തിൽ കുറെ വരകളെ വരച്ചു. ഹാദിഹി സുബുലൻ, ഇത് മറ്റു ചില മാർഗങ്ങളാണ്.
അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ആ വഴിയിലൊക്കെ ശൈത്താനുണ്ട്. അപ്പം പുണ്യനബി പറഞ്ഞു, എന്റെ സമൂഹം 73 സംഘമായി പിരിയും. ബനു ഇസ്രായേൽ 72 ആണെങ്കിൽ അതിൽ 72 കുല്ലുഹും ഫിന്നാർ, അവരെ വാദങ്ങൾ മുഴുവൻ തെറ്റാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വിഭാഗം ഇവിടെ വേണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ആളെ മുഖം മറ്റും മറിച്ച് നോക്കാത്ത രീതിയിൽ ആ കാര്യം സുന്നത്തി ജമാഅത്തിന് എതിരാണെങ്കിൽ നമ്മൾ ധൈര്യത്തിൽ പറയണം. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അപ്പൊ 72 സംഘം നരകത്തിലാണ് കൊണ്ട് നബി പറഞ്ഞു. ഒരേ ഒരു സംഘം ഒഴികെ, അത് മാ അന അലൈഹി വ സ്വഹാബി, ഞാനും എന്റെ സഹാബിമാരും നിലനിന്നു പോന്ന ആ വഴി. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, സഹാബി ഇസ്ലാമിലേക്ക് കാലേ കൂട്ടി കടന്നു ചെന്ന സഹാബിമാർ. വല്ലദീന തബഉഹും ബി ഇഹ്സാൻ, അവരോട് ശരിക്ക് പിൻപറ്റി പോരുന്നവരും. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ആ വഴിയാണ് സുന്നത്തി ജമാഅത്തിന്റെ വഴി. അങ്ങനെ സഹാബത്ത് വന്ന് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചു. അങ്ങനെ നൂറ്റാണ്ടുകളോളം യാതൊരു ആക്ഷേപമില്ലാതെ ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തുള്ള നേർന്നു. അതാണ് യഥാർത്ഥ വഴി. അതിൻ്റെ എതിരിൽ ഏത് പാർട്ടി വന്നാലും അതിനെ എതിർത്ത് അതിനെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ തീർത്തി കൊടുക്കൽ അവർക്ക് കടമപ്പെട്ടതാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഒക്കെ വേണ്ടി നാട്ടിൽ കുഴപ്പം മറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്വഭാവത്തോടുകൂടെ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്നാണ് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്. ബഹുമാനപ്പെട്ട സമസ്തന്റെ വഴിയാണത്. ആ വഴിക്ക് പോന്നിട്ടില്ലെങ്കിൽ പല ആളുകളും സമസ്തനെ കുത്തുണോലിൻ്റെ ഇവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. മഹാന്മാർ പറഞ്ഞു സമസ്തനെ കുത്തേണ്ട കൊമ്പ് പൊട്ടുന്നു. അപ്പോൾ സമസ്തന്റെ ഒപ്പം നിന്ന് അതിനെ സഹായിക്കലേ നമുക്ക് രക്ഷയുള്ളൂ. കാരണം വലിയ ഔലിയാക്കൻ മഹാന്മാർ സ്ഥാപിച്ചതാണ്. എന്തിനു വേണ്ടി? സുന്നത്തി ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി. അതിനെ അങ്ങനെ സംരക്ഷിക്കണ ഒരു വിഭാഗം ഇവിടെ വേണം എന്ന് ശരിയാത്ത് പറയുന്നുണ്ട്. ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അപ്പോൾ വളരെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ പോറ്റി വളർത്താൻ ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. സമൂഹം അങ്ങനെ ഉലമാവിനെ വാർക്കുന്ന വിഷയത്തിൽ വളരെയധികം ഉത്സാഹം കാണിക്കുന്നവരാണ്. അവർക്കൊക്കെ ഫലപ്പെടണമെങ്കിൽ, നിങ്ങൾക്കും ഫലപ്പെടണമെങ്കിൽ, നിങ്ങളെ രക്ഷിതാക്കന്മാർ ആഗ്രഹിച്ച കാര്യം സഫലീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ പഠിച്ചത് ശരിക്ക് പ്രാവർത്തികമാക്കി ഈ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ച് നീങ്ങണം. അല്ലാഹുവിൻ തൗഫീഖ് നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.